VC മോഹൻ കുന്നുമലടക്കം പങ്കെടുത്തത് RSS തലവൻ മോഹൻ ഭാഗവത് പങ്കെടുത്ത പരിപാടിയിലാണ്. പ്രഭാഷകരായോ അതിഥികളായോ ആണെങ്കിൽ ഓക്കെ, ഇത് പക്ഷേ കേൾവിക്കാരായാണ്. VC-മാരുടെ നടപടി വർഗീയതയെ പ്രോത്സാഹിപ്പിക്കലാണെന്നും അംഗീകരിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് പോരാ, എന്ത് നടപടിയെടുക്കാൻ പറ്റുമെന്ന് കൂടി പറയണം. അജിംസ്, ഇതിപ്പോ മുഖ്യമന്ത്രി മാപ്പ് പറയണം VC-മാർ എന്ന് പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് അടക്കം അതിനൊരു വലിയ വിമർശന വിധേയമാക്കുന്നുണ്ട്. പക്ഷേ ഈ VC-മാർ ഇത്രയും ധൈര്യത്തോടുകൂടി എങ്ങനെയാണ് ഒരു RSSന്റെ പരിപാടിയിൽ കേൾവിക്കാരായി പോയത്? ഈ വിഷയം എതിർക്കപ്പെടേണ്ടതിൻ്റെ രീതി എങ്ങനെയാണ്? ചട്ട ലംഘനം ഉണ്ടെങ്കിൽ നടപടിയെടുക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ചട്ടം ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ? RSS പരിപാടിയിൽ VC-മാർ പങ്കെടുത്തു, അത് ഏതെങ്കിലും ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നടപടിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പക്ഷെ അത് നടപടിയെടുക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം ഇതൊരു ഓട്ടോണമസ് ബോഡിയാണ്. ആ ഓട്ടോണമസ് ബോഡിയുടെ ചാൻസലർ എന്ന് പറയുന്നത് ഗവർണറാണ്. അപ്പോൾ ഗവർണറും സർക്കാരും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലിലേക്ക് പോകണമോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും സ്വാഭാവികമായിട്ട് സർക്കാർ ഇപ്പോൾ ഉണ്ടാവുക. ഇന്നൊരു മന്ത്രി ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല. ഒരു മന്ത്രിക്ക് അതിനെക്കുറിച്ച് പ്രതികരണമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ വിഷയം ഇതൊരു രോഗ ലക്ഷണം മാത്രമാണ്. യഥാർത്ഥ രോഗം എന്തെന്ന് പറഞ്ഞാൽ ഈ സർക്കാർ, UDF സർക്കാർ കേന്ദ്ര സർക്കാരുമായും ഗവർണറുമായും എന്ത് സമീപനമാണ് സ്വീകരിക്കുക എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പരിഹാരം ഇരിക്കുന്നത്. ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകേണ്ടതില്ല. കേന്ദ്രം നമ്മളെ ആക്രമിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഡിഫെൻഡ് ചെയ്യാം, ഇപ്പോൾ ഒരു സഹകരണത്തിൻ്റെ ലൈനിൽ പോകാം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ വക്താക്കളൊക്കെ നമ്മളൊക്കെ പറയുന്നത് ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ. അപ്പോൾ കേന്ദ്രം ബാക്കി എല്ലാ സംസ്ഥാനങ്ങളെയും വേട്ടയാടുകയും VD സതീശൻ മന്ത്രിസഭയെ മാത്രം അല്ലെങ്കിൽ സർക്കാരിന് മാത്രം വെറുതെ വിടുകയും ചെയ്യുന്നു എന്ന് UDF പ്രതീക്ഷിക്കുന്നുണ്ടോ? അതല്ല, കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് പോയാൽ കുറേ ഗുണങ്ങൾ കിട്ടും. ഞങ്ങൾക്ക് തരാനുള്ള ഫണ്ടൊക്കെ തരും, കൃത്യമായ കേന്ദ്രവിഹിതം തരും, അടുത്ത ധനകാര്യ കമ്മീഷൻ വരുമ്പോൾ നമുക്ക് നല്ലൊരു ഷെയർ ഉണ്ടാവും എന്നൊക്കെ ഇവർ ധരിക്കുന്നുണ്ടാവുമോ? എനിക്ക് തോന്നുന്നില്ല. അതല്ലെങ്കിൽ അങ്ങനെ ധരിക്കുകയല്ല. ഇനി അതല്ല, ഈ മുൻ സർക്കാരിനെതിരെ അവർ ആരോപിച്ചുകൊണ്ടിരുന്ന കാര്യം ഡീൽ, അങ്ങനെ ഡീലിനുള്ള ശ്രമമാണോ? അതിപ്പോൾ കയറിയിട്ടല്ലേ ഉള്ളൂ, ഒരു മാസമായിട്ടല്ലോ ഞങ്ങളിപ്പോൾ തന്നെ അടി ഉണ്ടാക്കണം. അത് കറക്റ്റാണ് പറയുന്നത്. സർക്കാരുമായി അടി ഉണ്ടാക്കേണ്ടതില്ല, കേന്ദ്ര സർക്കാരുമായി അടി ഉണ്ടാക്കേണ്ടതില്ല, ഗവർണറുമായി കൊമ്പ് തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു ഇഷ്യൂ വരുമ്പോൾ ആ ഇഷ്യൂവിനോട് പ്രതികരിച്ചാൽ മതി. ഇപ്പോൾ ഒരു ഇഷ്യൂ വന്നിരിക്കുന്നു, അതിനോട് പ്രതികരിച്ചിരിക്കുന്നു എന്നേ പറയാനുള്ളൂ. അവരുടെ ഭാഗം സേഫാണ്, ആരുടെ സർക്കാരിൻ്റെ ഭാഗം സേഫാണ്. ഞങ്ങൾ അതിനെ അപലപിച്ചിരിക്കുന്നു. KC വേണുഗോപാലും അതിരൂക്ഷമായ ഭാഷയിൽ അപലപിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും അപലപിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തുടക്കം മുതലുണ്ട് ഇക്കാര്യത്തിൽ. ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തുടങ്ങുന്നത് നയപ്രഖ്യാപന പ്രസംഗത്തിലാണ്. ഒരു UDF സർക്കാർ അധികാരത്തിൽ വരുന്നു, ചുമ്മാ UDF സർക്കാരല്ല, 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിനെ നിർത്തിപ്പൊരിച്ച, കേന്ദ്രവുമായി ഡീലാണെന്ന് നിരന്തരം ആരോപിച്ച, RSS BJP ഡീലുണ്ടെന്ന് ആരോപിച്ച, CJP എന്നൊക്കെ വിളിച്ച ഒരു പ്രതിപക്ഷമാണ് അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ അധികാരത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും UDF എന്ന മുന്നണിക്ക് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഒരു നിലപാടും നയവും ഉണ്ടാകണം. അതെങ്ങനെയാകണം എന്ന കാര്യത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു വരി വേണമായിരുന്നു. ഞാനെങ്ങും കേട്ടില്ല. അതിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രവുമായി എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്, പുതിയ സാഹചര്യത്തിൽ ഞങ്ങളെങ്ങനെയാണ് അതിനെ നേരിടാൻ പോകുന്നത് ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സഹകരണാത്മക ഫെഡറലിസം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം അഖിലേന്ത്യാ തലത്തിൽ. ഇനി അതെങ്കിലും പറയാമല്ലോ, ഞങ്ങൾ കേന്ദ്രവുമായി സഹകരിച്ച് മുന്നോട്ട് പോകും എന്നെങ്കിലും പറയാമല്ലോ. ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു തന്ത്രപരമായ മൗനം അക്കാര്യത്തിൽ പാലിക്കുന്നു. ആ മൗനത്തിൻ്റെ ഭാഗമാണ് ഗവർണറോടുള്ള സമീപനം ഇപ്പോൾ VC-മാർ ചെയ്യുന്നത്. ഇത് കൂടുതൽ തലവേദനയിലേക്കും കുഴപ്പത്തിലേക്കും UDF എന്ന മുന്നണിയെയും കോൺഗ്രസിനെയും ലീഗിനെയും മുസ്ലിം ലീഗിനെയും കൊണ്ടുപോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണം അതിശക്തമായ രാഷ്ട്രീയ നിലപാട് ഈ വിഷയത്തിൽ എടുത്തു പോകുന്നിരുന്ന ഒരു പ്രതിപക്ഷത്തിരുന്നപ്പോൾ അവർ അധികാരത്തിൽ വരുമ്പോൾ അതിന് ആനുപാതികമായ ഒരു രാഷ്ട്രീയ നിലപാട് ജനങ്ങളെ ബോധിപ്പിക്കണം. അവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളോട് ഒരു ബോധിപ്പിക്കണം, ഞങ്ങൾ ഇന്ന നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന് ബോധിപ്പിക്കണം. അതുണ്ടായിട്ടില്ല. അങ്ങനെ എന്താണ്, മോദിയും അമിത്ഷായുമായി സഹകരിച്ച് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് ഒരു സ്വപ്നം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അത് DMK-ക്ക് സാധിക്കുമായിരുന്നു, സിദ്ധാരാമയ്യയ്ക്കും DK ശിവകുമാറിനും സാധിക്കുമായിരുന്നു, രേവന്ത് റെഡ്ഡിക്ക് സാധിക്കുമായിരുന്നു. അവർക്ക് സാധിക്കാത്തത് VD സതീശന് സാധിക്കും എന്ന് തോന്നുന്നു വെറുതെയാണ്. നിഷാദ്, ഇപ്പോൾ മുഖ്യമന്ത്രിയും KC വേണുഗോപാലും ഒക്കെ VC-മാരെ വിമർശിച്ചുകൊണ്ട് ഓരോ FB പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മതിയോ? സൈഫ്, ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ എന്തൊക്കെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പുതിയ സർക്കാർ വന്നത്. ഭരണപരമായിട്ടുള്ള നയങ്ങളെ അവർ വിമർശിച്ചു. മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെ ആറ്റിറ്റ്യൂഡിനെ വിമർശിച്ചു. അടുത്ത ഒന്ന്, കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതും അവരുടെ നിശിതമായ വിമർശനമായിരുന്നു. അപ്പോൾ ഭരണം എന്ന് പറഞ്ഞാൽ VD സതീശനും അദ്ദേഹത്തിൻ്റെ മെമ്പേഴ്സും മനസ്സിലാക്കേണ്ട കാര്യം, ഭരണം എന്ന് പറഞ്ഞാൽ പൈസ എടുത്തു വെച്ചിട്ട് പദ്ധതികൾക്ക് വേണ്ടി അത് അനുവദിക്കുകയും പുതിയ പദ്ധതികൾ കൊണ്ടുവരികയും ക്ഷേമ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിക്കലുമല്ല. കേരളം എന്ന് പറയുന്ന മതനിരപേക്ഷ ജനാധിപത്യ ഭൂമികയെ അതുപോലെ നിലനിർത്താൻ ഭരണ നേതൃത്വം ഇടപെടുക എന്ന് പറയുന്നത് ഭരണത്തിലെ പ്രധാന പരിപാടിയാണ്. കാരണം 12 വർഷമായി രാജ്യത്ത് മോദി ഭരിച്ചുകൊണ്ടിരിക്കുന്നു.
സംഘപരിവാർ അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭരണം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫണ്ട് വാങ്ങിയെടുത്ത് പരിപാടി നടത്തലാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് പരമ അബദ്ധമാണ്. ഇവർ വിചാരിക്കുന്നത് അങ്ങനെയാണ്. ഭരിക്കുക, വലിയ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി നേടിയെടുക്കുക, കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചെടുക്കുക, അങ്ങനെ അസ്വസ്ഥതകളില്ലാതെ ഈ ധനവിനിയോഗ ഏർപ്പാടുകൾ കൊണ്ടു നടക്കുക, പുതിയ ഇതുപോലെ സൗജന്യ പരിപാടികൾ പ്രഖ്യാപിക്കുക. ഇതാണ് ഭരണം. ഇതല്ല ഭരണം. ഭരണം എന്ന് വെച്ചാൽ എന്താണ് സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദത്തം, ആ വാഗ്ദത്തം നിറവേറ്റൽ ഭരണത്തിൻ്റെ ഭാഗമാണ്. കേരളം എന്ന് പറയുന്ന ആശയം മതനിരപേക്ഷ ജനബന്ധിതമായിട്ടുള്ള ഒരു സംഗതിയാണ്. മതനിരപേക്ഷ ഐഡിയയാണ് അതിൻ്റെ കോർ ആശയം. അല്ലേ കേരളത്തിൻ്റെ സവിശേഷത? കേരളത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ലോകത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും എന്ത് വംശീയ പ്രശ്നം നടക്കുമ്പോഴും കേരളത്തിനെടുത്തും കാണിക്കാൻ മറിച്ചൊരു മാതൃക മോഡലുണ്ട്. ദിസ് ഈസ് കേരള മോഡൽ എന്ന് പറയാൻ. ആ മാതൃകയെ അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ആദ്യം ചെറുക്കുക, അതിനാദ്യം ചെക്ക് വെക്കുക എന്നത് ഭരണതലത്തിലെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ പറയാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ കേന്ദ്രവുമായി ഏറ്റുമുട്ടലില്ല, ഞങ്ങൾ മര്യാദയ്ക്ക് ഭരണം കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. എന്താണ് ഇവർ ഈ പറഞ്ഞ ഭരണം? ഞാൻ പറഞ്ഞത് ഭരണം എന്ന് വെച്ചാൽ അതിനകത്തെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ഉപാധിയായിരിക്കണം മതനിരപേക്ഷ സംരക്ഷണം. ആ ഭരണത്തിലെ ഒന്നാമത്തെ അജണ്ട ആയിരിക്കണം സംഘ് ഇൻവേഷൻ തടയൽ. അതില്ലാതെ അതിനോട് ഒരു മൃദു സമീപനം എടുത്തിട്ട് വേറെ ചില കാര്യങ്ങൾ ഭരണം എന്ന പേരിൽ നിർവഹിച്ച് കളയാമെന്ന് പറഞ്ഞതിൻ്റെ യുക്തി എന്താണ്? അപ്പോൾ ഇതിനകത്ത് നേരത്തെ അജിംസ് പറഞ്ഞ പോലെ നയപ്രഖ്യാപന പ്രസംഗത്തിലില്ല കേന്ദ്ര സർക്കാർ BJP ഇതര സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന വിവേചന സമീപനം ഞങ്ങളോട് കാണിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊരു വാക്കെങ്കിലും വേണ്ടേ? നയപ്രഖ്യാപനം പോട്ടെ, ആദ്യത്തെ നയപ്രഖ്യാപനം, അതിനകത്ത് ഇപ്പോൾ വിമർശിക്കുന്നതിൽ പ്രശ്നമുണ്ട് എങ്കിൽ ധവളപത്രം പുറത്തിറക്കിയല്ലോ. ധവളപത്രം പുറത്തിറക്കിയപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ 5000 കോടി രൂപ മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ സംസ്ഥാന സർക്കാരിനോട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച ഏത് സമീപനം എങ്ങനെ പ്രശ്നമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? നമുക്കറിയില്ല. രേഖപ്പെടുത്തിയിട്ടുണ്ടോ? എവിടെയും കണ്ടില്ല. ഗുരുതരമായ വിമർശനം നയപ്രഖ്യാപനത്തിനുമില്ല, ഗുരുതരമായ വിമർശനം അതെങ്ങനെ പറഞ്ഞു വെച്ചാൽ കേന്ദ്രത്തിൽ നിന്നും പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കാത്തത് കൊണ്ട് അത് കേരളത്തെ ബാധിച്ചു. ആ അർത്ഥത്തിലുള്ള ഒറ്റ വരി മാത്രമേ ഉള്ളൂ ധവളപത്രം. അപ്പോൾ എന്തൊക്കെയാണ് കിട്ടാത്തതെന്നാണ്? നമ്മുടെ ഗ്രാന്റ് വെട്ടിക്കുറച്ചു, നമ്മുടെ GST വരുമാന നഷ്ടപരിഹാരത്തിൻ്റെ പ്രശ്നത്തിൽ നമ്മൾ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്, നമ്മുടെ വായ്പാ പരിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ പലതരം പ്രശ്നങ്ങൾ നമ്മൾ ഉന്നയിച്ചു കഴിഞ്ഞതാണ്. ഈ ഒരു വാക്കിൽ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഏറ്റുമുട്ടാതെ നടത്തിക്കളയാം സൗകര്യത്തിലങ്ങ് എന്ന് വിചാരിക്കുകയാണ്. ഇങ്ങനെ വിചാരിച്ചവർ മുമ്പും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് കുറച്ച് കോട്ടം തട്ടിക്കോട്ടെ, ഒരു സമുദായ പ്രമാണി വന്ന് കുറച്ച് വംശീയത വേണമെങ്കിൽ പറഞ്ഞോട്ടെ, ഭരണം നടത്തിക്കൊണ്ടുപോയാൽ മതി, ഭരണത്തിന് തേർഡ് ടൈം കിട്ടിയാൽ മതി. ഏതെങ്കിലും വൃത്തികെട്ട ഹേറ്റ് ട്യൂബർമാർ വന്ന് കുറച്ച് വൃത്തികേടുകൾ പറഞ്ഞോട്ടെ, ഭരണം നടത്തിക്കൊണ്ടുപോയാൽ. ഇവരൊക്കെ കാണുന്ന ഭരണം എന്താണ്? ഞാൻ പറഞ്ഞ ഇന്നത്തെ ഇന്ത്യയിൽ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭരണ അജണ്ടയുടെ ഒന്നാമത്തെ സംഗതി സംഘ്പരിവാറിന് ഇൻവേഷൻ തടയലാണ്. സംഘ്പരിവാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടല്ലോ, സെനറ്റിലും സർവകലാശാലയിലെ പ്രധാനപ്പെട്ട കസേരയിലും ഒക്കെ കയറിയിരിക്കുന്ന ആരാണ്? സംഘ്പരിവാർ ആൾക്കാരാണ്. അതിനോട് ചോദിച്ചപ്പോൾ മിണ്ടാത്ത ആൾക്കാരാണ്. ഇവിടെ VC മാപ്പ് പറയണം. VC മാത്രം മാപ്പ് പറഞ്ഞാൽ മതിയോ? സംഘപരിവാരത്തിൻ്റെ കടന്നുകാര്യം ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള കടുത്ത വർത്തമാനം പറയണം. VC പറഞ്ഞാൽ മതിയോ മാപ്പ്? VCമാർ എന്തുകൊണ്ടാണ് പോകുന്നത് അവിടെ? VCമാർ എന്ന് വെച്ചാൽ സംഘപരിവാർ താല്പര്യമുള്ള ആൾക്കാരെ VCമാരായി നിയമിക്കുന്നു. അവർ എന്നിട്ട് ഈ പറയുന്ന RSന്റെ പരിപാടിയിൽ പോകാൻ നിർബന്ധിതരാകുന്നു, താല്പര്യക്കാരാകുന്നു. അതിൻ്റെ റൂട്ട് കോസ് കിടക്കുന്ന എവിടെയാണ്? മോഹൻ കുന്നുമ്മലാണോ അതിൻ്റെ കുഴപ്പക്കാരൻ? അങ്ങനെ അല്ലല്ലോ. മോഹൻ കുന്നുമ്മലുമാരെ നിയമിക്കാൻ കഴിയും വിധത്തിൽ സർവകലാശാലകളിൽ സംഘപരിവാരം ഇടപെട്ട് കഴിഞ്ഞിട്ട് അവിടെയെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ വെക്കുന്നു. ആ വെച്ച ആളുകളെ ചാടിക്കിടക്കിട കുഞ്ഞിരാമ എന്ന മട്ടിൽ RSS ഇങ്ങനെ ചാടിക്കുന്നു. അപ്പോൾ ബേസിക് സംഗതി എവിടെ കിടക്കുന്നത്? കോസ് എവിടെ കിടക്കുന്നത്? അത് RSS ആണ്. RSS ഇവിടെ എല്ലാം കയറി പിടിമുറുക്കിയിട്ട് ഈ VCമാരെയൊക്കെ വെച്ച് എന്തൊക്കെയോ കാണി അവിടെ അല്ല വിമർശിക്കേണ്ടത്. സോ അതുകൊണ്ട് ഞാൻ പറയുക, വിമർശനം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പോകാനും പറ്റും. അതിൽ പോകുന്നതിന് പലതരത്തിലുള്ള നിയമ സാങ്കേതിക പരിമിത സങ്കീർണതകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ വീണ്ടും പറയാണ്, ഈ സർക്കാരിൽ നാം ഇപ്പോഴും കേൾക്കാത്ത സ്ഫുടമുള്ള ഒരു സംഗതിയുണ്ട്. അത് കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഗവർണർ നടത്തിക്കൊണ്ടുവന്ന ഇടപെടലിനോടുള്ള നിശിതമായ സമീപനമില്ലായ്മയാണ്. അതില്ലാതെ പ്രിയദർശിനി എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് വനിതകളുടെ സൗജന്യ യാത്ര നടത്തുമ്പോൾ പൂർണ്ണമാകുന്നതാണ് ഭരണം. അല്ലെങ്കിൽ റെയിലിന് പകരം പുതിയ സ്പീഡ് റെയിൽ കൊണ്ടുവരുന്നതാണ് ഭരണം. അല്ലെങ്കിൽ ഈ ജല റൂട്ട് ഉണ്ടാക്കുന്നതാണ് ഭരണം. ബാക്കി സംഗമനെ തടയൽ ഭരണമല്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിചാരിച്ച ഒരു മനുഷ്യൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് തിരുവനന്തപുരത്തിരിപ്പുണ്ട്. അങ്ങനെ വിചാരിച്ച മനുഷ്യൻ, ജനം അങ്ങനെയല്ല വിചാരിക്കുന്നതെന്ന് ഓർമ്മ ഇവർക്കുണ്ടാവും. സാജു, RSSനെ BJPയെ കേന്ദ്രത്തെ എങ്ങനെ നേരിടണമെന്ന കാര്യത്തിൽ ഈ സർക്കാരിനെ വിമർശിക്കാറായോ? ഈ സർക്കാരിനെ വിമർശിക്കാറായോ എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 10 വർഷം ഇരുന്ന ഒരു സർക്കാരിനെ കേരളത്തിലെ ജനത അധികാരത്തിൽ നിന്നും പുറന്തള്ളിയത് എന്തുകൊണ്ട്? ഇത്തരം സമീപനങ്ങളുടെ കൂടി പ്രശ്നമായിരുന്നു എന്ന കാര്യം നമുക്കറിയാം. അതിനകത്ത് കഴിഞ്ഞ തവണ RSSന്റെ ജ്ഞാനസഭയിൽ 4 VCമാർ പങ്കെടുത്തിരുന്നു. അന്നും
മൃദുവായ പ്രതികരണമായിരുന്നു അന്നത്തെ ഭരണപക്ഷത്തു നിന്നുണ്ടായത്. അത് തെറ്റായ നടപടിയായിപ്പോയി എന്നായിരുന്നു അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിൻ്റെ പ്രതികരണം. അതേ സമീപനം സ്വീകരിക്കാനല്ലല്ലോ ഈ സർക്കാരിനെ കേരള ജനത അധികാരത്തിലേക്ക് എടുത്തത്. ഇന്നലെ എന്താണ് കണ്ടത്? ഇത് വന്നതിന് ശേഷം ഇത് വിവാദമായി ഉയർന്നു വന്ന ആ പശ്ചാത്തലത്തിൽ എന്താണ് പ്രതിപക്ഷം പറയുന്നത് എന്ന് കാത്തിരുന്നു ഭരണപക്ഷം പ്രതികരിക്കാൻ. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടേതായി ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ആയി പുറത്തു വരുന്നത് പ്രതികരണം. അതിനും പിന്നെ ഏതാണ്ട് കുറേ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടേതായ ഒരു പ്രതികരണം വരുന്നത്. നിങ്ങൾ ആ പ്രതികരണങ്ങളൊക്കെ നോക്കൂ. ഉപദേശിക്കാനാണോ സർക്കാർ ഇവരെ ഈ സർക്കാരിനെ ഭരണത്തിലേക്ക് ജനങ്ങൾ കയറ്റിയത്? ഞാൻ ഒറ്റ വാചകം വായിച്ചു തരാം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടേതാണ്. മതനിരപേക്ഷതയും ജനാധിപത്യ മൂല്യങ്ങളും അടിസ്ഥാനമാക്കി പ്രവർത്തിക്കേണ്ട അക്കാദമിക് സ്ഥാപനങ്ങളുടെ തലവന്മാർ ഇത്തരം വേദികളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അത് സമൂഹത്തിന് ആശങ്കാജനകമായ സന്ദേശമാണ് നൽകുന്നത്. വൈസ് ചാൻസലർ പദവി സർവകലാശാലകൾ പാലിക്കേണ്ട അക്കാദമിക് ഭരണപര നിഷ്പക്ഷതയുടെ പ്രതീകമാണ്. ഇതറിയാത്ത ആരെങ്കിലും കേരളത്തിലുണ്ടോ? ഈ പരിപാടി ഈ കേരളത്തിൽ നടക്കില്ല എന്ന് മുഖത്ത് നോക്കി VC-മാരുടെ മുഖത്ത് നോക്കി പറയാനുള്ള മിനിമം തൻ്റെ ഇടമെങ്കിലും കാണിക്കണ്ടേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി? നിങ്ങൾ തുടക്കത്തിലെ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ അടുത്ത 5 വർഷവും വഴങ്ങിക്കൊടുക്കേണ്ടവരായി മാറും. ഇതിലും പിടിക്കാൻ കേന്ദ്രത്തിന് കഴിയുമെന്നുള്ളത് വസ്തുതയാണ്. ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിലെ സർവകലാശാലകളുടെ തലപ്പത്തിരിക്കുന്നവരൊക്കെ സംഘപരിവാറിന് വിധേയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഈ സർക്കാർ അധികാരത്തിലേറുമ്പോൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. അപ്പോൾ അതിനെ എങ്ങനെ പ്രതികരിക്കാം എന്ന്, അതിനോട് എങ്ങനെ പ്രതിരോധം തീർക്കാം എന്ന ചോദ്യമുണ്ട്. അവിടെ ഇത്തരം അഴകുഴമ്പൻ സമീപനങ്ങൾ കൊണ്ട് ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് വസ്തുത. ഇങ്ങനെ കീഴ്പ്പെട്ട് വിധേയപ്പെട്ട് ഉപദേശ രൂപേണ മുന്നോട്ട് പോകാനാണെങ്കിൽ അടുത്ത 5 വർഷവും ഇതുപോലെ പലതും നമുക്ക് കേരളത്തിൽ കാണേണ്ടി വരും. അപ്പോഴൊക്കെ സർക്കാരിന് യഥാർത്ഥ ശരിയാവാം, നിയമപരമായ മാർഗങ്ങളിലൂടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ മാറ്റുന്നത് പോലെ എടുത്തു മാറ്റാനൊന്നും കഴിയില്ല. പക്ഷേ അപ്പോഴും കുറെ കൂടെ കരുത്തുറ്റ നിലപാട് തുടക്കത്തിലെ എന്തിനാണ് പ്രതിപക്ഷം പറയാൻ, പ്രതിപക്ഷത്തിന്റെ പ്രതികരണം എന്താണ് എന്ന് കാത്തിരിക്കുന്നത് വരെയും ഭരണപക്ഷം പോകുന്നത്? അതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് കാണുമ്പോഴേ ആദ്യ പ്രതികരണം വരേണ്ടത് എവിടുന്നാണ്? ഭരണപക്ഷത്തു നിന്നാണ്. ഞങ്ങളുടെ ഭരണത്തിന് കീഴിൽ ഇത് അനുവദിക്കില്ല, ഇതിനെ തടയാൻ കഴിയുന്ന ബദൽ പരിപാടികളും ആസൂത്രണങ്ങളുമായി ഈ സർക്കാർ മുന്നോട്ട് വരുമെന്ന പ്രഖ്യാപനമായിരുന്നു ഉണ്ടാവേണ്ടത്. അത് നിർഭാഗ്യവശാൽ ആ ശക്തിയോടുകൂടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത് കേന്ദ്രവുമായി ഏറ്റുമുട്ടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് മുന്നിലേക്ക് ഓടിപ്പോകുന്ന ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരെ നമ്മൾ ഓർക്കണം. എം ആർ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ അജിത് കുമാർ RSS മേധാവിയെ കണ്ടു എന്ന തരത്തിലുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിക്കുന്ന ആരായിരുന്നു? അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനായിരുന്നു. അത് ഗുരുതരമായ തെറ്റാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അന്ന് ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ സംഘപരിവാർ ഏർപ്പാടിൽ ഇത്രമാത്രം ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ ഒതുക്കേണ്ടതായിരുന്നു ആ പ്രതികരണം? അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്തൊക്കെ ചെയ്യാൻ ഈ സർക്കാരിന് കഴിയും അതൊക്കെ ചെയ്യിക്കണ്ടേ? അത് ഉണ്ടായിട്ടില്ല. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് CPM-നകത്തുണ്ടായിരുന്ന ഒരു വിമർശനം പാർട്ടിയും സർക്കാരും ഒന്നായി മാറി എന്നുള്ളതാണ്. ഈ UDF സർക്കാരിന്റെ കാലത്ത് ഇപ്പോൾ എത്ര ദിവസമായി അധികാരമായിട്ട്? 20 ദിവസമോ 25 ദിവസമായി. എവിടെയാണ് KPC അധ്യക്ഷൻ? പാർട്ടി എവിടെയാണ്? അതായത് VC-മാർ RSS പരിപാടിയിൽ പങ്കെടുത്തതിനെ കുറിച്ചുള്ള കോൺഗ്രസിന്റെ നിലപാട് പറയാൻ ആരാ ഉള്ളത്? KPC അധ്യക്ഷൻ എവിടെയാണ്? രാഷ്ട്രീയകാര്യ സമിതി എവിടെയാണ്? രാഷ്ട്രീയകാര്യ സമിതി ഞങ്ങളൊക്കെ ഇപ്പോൾ മന്ത്രിമാരാണ്, MLA-മാരാണ്. അപ്പോൾ പിണറായി വിജയനെതിരെ UDF-ന്റെ CPM-നകത്ത് ഉയർന്നൊരു ആരോപണം പാർട്ടി അപ്രസക്തമാവുകയും സർക്കാർ പ്രധാനമാവുകയും ചെയ്തു എന്നാണ്. ഇപ്പം അതേ കാര്യം തന്നെയാണ് UDF-ന്റെ അടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നും കൂടെ ഉണ്ട്. ഒരിടത്തും മുസ്ലിം ലീഗ് ഇല്ല, ഒരിടത്തും കോൺഗ്രസ് ഇല്ല, ഉള്ളതൊരു സർക്കാരാണ്. ആ സർക്കാരിന് മന്ത്രിമാരാണ്. അവരെ ന്യായീകരിക്കുകയാണ് UDF-ന്റെ സൈബർ അണികൾ. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ്, അത് എന്തുമാവട്ടെ, അത് ന്യായീകരിച്ചോട്ടെ. പ്രശ്നം ഇതാണ്, രാഷ്ട്രീയം പറയാൻ പാർട്ടി എവിടെയാണ്? ലീഗ് എവിടെയാണ്? കോൺഗ്രസ് എവിടെയാണ്? കോൺഗ്രസിന്റെ KPC അധ്യക്ഷൻ എവിടെയാണ്? അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് KSU അധ്യക്ഷന്മാർ അവരുടേതായ ഈ ശക്തമായ ഒരു പ്രതികരണവും നമുക്ക് കാണാൻ കഴിയുന്നില്ല. മറ്റൊന്നും കൊണ്ടുണ്ട്, ഇപ്പം സൈബർ അണികൾ ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയോ? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ജ്ഞാനസഭയിൽ 4 VC-മാർ പങ്കെടുത്തിരുന്നു. ഇത് പുതിയ കാര്യമല്ല എന്ന് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് ചേർത്ത് വെച്ച് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പണി കൂടി നടക്കുന്നുണ്ട് എന്നുള്ളത് സർക്കാരിന്റെ കാലത്ത് കൊണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ എത്ര റോഡ് ഉണ്ടായിരുന്നു? അങ്ങനെ ചോദിച്ചോമാരൊക്കെ ഇപ്പോൾ വിട്ടിരിക്കുകയാണ്.
അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ഇപ്പോൾ എടുക്കേണ്ട പണിക്കാണ് ഈ വോട്ട് കൊടുത്തിരിക്കുന്നത് എന്ന കാര്യം ഓർത്താൽ കൊള്ളാം. 5 വർഷം കഴിയുമ്പോൾ ജനം തലക്കെട്ടടിക്കാൻ നോക്കിയാൽ അതെ, സാജു പറഞ്ഞ നേരത്തെ പറഞ്ഞാലും വളരെ പ്രധാനപ്പെട്ടതാണ്. KSU എന്ന് പറഞ്ഞ സംഘടന ഉള്ളതായി കേൾക്കുന്നു. അത് മറ്റേ സ്ഥാനാർത്ഥി നിർണയത്തോടു കൂടി കാണാതായതാണ് അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ. അലോഷ്യസ് സേവ്യറിന് സാധാരണ എല്ലാ KSU അധ്യക്ഷന്മാർക്കും സീറ്റ് കിട്ടും. ഇത്തവണ അലോഷ്യസിന് സീറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി അലോഷ്യസ് കാത്തിരിക്കാവും. യെസ്. അപ്പോൾ CPM-നോടുള്ള പ്രതികാരം തീർക്കുന്നതിൻ്റെ കാര്യത്തിൽ ഗ്യാരണ്ടി നടപ്പാക്കുന്ന കാര്യങ്ങളിലൊക്കെ പുലർത്തുന്ന ഈ ആവേശം കേരളത്തിൻ്റെ മതേതര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിലും സംരക്ഷിക്കുന്ന കാര്യത്തിൽ കൂടി ഈ സർക്കാർ തുടക്കത്തിൽ തന്നെ പാലിക്കണമെന്നുള്ളത് കൂടിയാണ് പറയാനുള്ളത്. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാൻ പറ്റും വേളകൾ. ഫൈനൽ ആർഗ്യുമെന്റിലേക്ക് വീണ്ടും. ഒമാൻ തീരത്ത് 3 ഇന്ത്യൻ നാവികർ US ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷം വിമർശനം കടുപ്പിക്കുകയാണ്. പ്രധാനമന്ത്രി നിശബ്ദനാണെന്നും ട്രംപിന്റെ ഉത്തരവുകൾ ഒരു സേവകനെ പോലെ അനുസരിക്കാൻ മാത്രമേ മോദിക്ക് കഴിയുന്നുള്ളൂവെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുന്നു. രാജ്യത്തിന്റെ പരമാധികാരത്തെ മോദി അവഹേളിച്ചെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും കുറ്റപ്പെടുത്തിയിരിക്കുന്നു. അജിംസ്, ഇതിനകത്ത് സർക്കാരിന്റെ നിസ്സഹായതയെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഇതിൽ സർക്കാരിന് നിസ്സഹായതയാണോ അതല്ല സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. 2013 ഒരു ദേവയാനി ഖോബ്രഗഡെ എന്ന് പറയുന്ന ഒരു ഡിപ്ലോമാറ്റിനെ അമേരിക്ക അറസ്റ്റ് ചെയ്ത സംഭവം ഓർമ്മയുണ്ടാവും. മൻമോഹൻ സിംഗ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ വളരെ ഫ്രൂലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തത്. അവരെ തുണി അഴിച്ച് പരിശോധിച്ചു പോലീസ്. ഇന്ത്യയെ അവഹേളിക്കുന്നതാണ് എനിക്ക് തോന്നിയത്. ഇന്ത്യ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് ഡൽഹിയിലെ US എംബസിയുടെ മുമ്പിൽ ഇങ്ങനെ സുരക്ഷയ്ക്ക് വേണ്ടി വെച്ച സിമെന്റ് ബാരിക്കേഡുകൾ ഉണ്ടായിരുന്നു. രാവിലെ വന്ന് കുറച്ച് ബുൾഡോസുകൾ എടുത്ത് അങ്ങ് മാറ്റുന്നു. ഞങ്ങൾ സുരക്ഷയൊന്നും തരുന്നില്ല നിങ്ങൾക്ക്. അതൊരു ഭയങ്കര രസമുള്ളൊരു മെസ്സേജാണ്. സെക്യൂരിറ്റി ഓഫീഷ്യൽസിന് എണ്ണം കുറയ്ക്കുന്നു. എണ്ണം കുറയ്ക്കുന്നു. ഞങ്ങൾ സെക്യൂരിറ്റി ഒന്നും തരുന്നില്ല. അതൊരു ഡിപ്ലോമാറ്റിക് വാർ തന്നെയാണ്. പക്ഷെ അവിടെ രാജ്യത്തിൻ്റെ ഒരു അന്തസ്സ് ആ ഭരണകൂടം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ഇതൊരു വാർ സോണാണ്. ഹോർമുസ് കടലിൻ്റെ ഒരു വാർ സോണാണ്. ഇന്ത്യക്കാരാണ് കൊന്നുകളയാമെന്ന് കരുതി അമേരിക്ക ചെയ്തതൊന്നും ആവണമെന്നില്ല. ഒരു കപ്പൽ കടന്നുപോയി അവരോട് പോരെന്ന് പറഞ്ഞു ഒരു അറ്റാക്ക് ചെയ്തു. അതിൻ്റെ ഫ്ലാഗ് ഇന്ത്യൻ ഫ്ലാഗ് അല്ല, വേറെ ഏതോ ചെറിയ രാജ്യത്തിൻ്റെ പലാവോ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ഏഷ്യ പസഫിക് രാജ്യത്തിൻ്റെ ഫ്ലാഗാണുള്ളത്. അപ്പോൾ ഇന്ത്യക്കാരാണെന്ന് കരുതി കൊന്നൊന്നും ആവണമെന്നില്ല. പക്ഷേ കൊല്ലാൻ തക്കൊണ്ടൊരു അറഗൻസ് ഉണ്ടല്ലോ, അതായത് അതിലേക്ക് മിസൈൽ വിടാം എന്ന് തോന്നുന്ന ഒരു അറഗൻസ് ഉണ്ടല്ലോ. ആ അറഗൻസിന് മരിച്ചത് 3 ഇന്ത്യക്കാരാണല്ലോ. ഇന്ത്യക്കാർക്ക് ജീവനുണ്ട്. നമ്മൾ 2 ഇറ്റാലിയൻ നാവികരുടെ കഥ ഓർമ്മയുണ്ടല്ലോ. അവർക്ക് വേണ്ടി 2 ഇറ്റാലിയൻ നാവികര് മുക്ക് വരെ മത്സ്യബന്ധനത്തോടെല്ലാം പേരൊക്കെ മറന്നു. അപ്പോൾ അതിൽ ആ രാജ്യം സ്വീകരിച്ച ആ നാവികരെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ആ രാജ്യം സ്വീകരിച്ച പോരാട്ടമുണ്ട്. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയോട് പോരടിച്ചിട്ടാണ് അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. നല്ലതായിട്ട് പണിയെടുത്തു. അത് ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് കൊടുക്കുന്ന ഒരു അന്തസ്സാണ്. ഇപ്പോൾ ഇറ്റാലിയൻ നാവികർക്ക് ആ രാജ്യം കൊടുക്കുന്ന അന്തസ്സ്, അമേരിക്കയുടെ പൗരന്മാർക്ക് കൊടുക്കുന്ന അന്തസ്സ്, ഇസ്രായേലി പൗരന്മാർക്ക് കൊടുക്കുന്ന അന്തസ്സ് ഇന്ത്യൻ പൗരന്മാർക്ക് കിട്ടാറില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. മറ്റൊരു കാര്യം, മോദി ഭരണകൂടം ട്രംപ് ഭരണകൂടത്തോട് എതിർത്ത് നിന്ന് 4 വാക്ക് പറയും എന്ന് ഇപ്പോൾ ധരിക്കുന്ന മൗഢ്യമാണ്. ഈ ഡിപ്ലോമാറ്റുകൾ, നയതന്ത്ര വിദഗ്ധരൊക്കെ അതിനെ പ്രാഗ്മാറ്റിസം, പ്രായോഗികതാവാദം എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കും. പക്ഷെ അതൊന്നുമല്ല. അങ്ങനെ പറയാനുള്ള ചങ്കുറപ്പ് നമ്മുടെ ഭരണകൂടത്തിന് ഇല്ല. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിഷയത്തിൽ ട്രംപ് വിടുവായത്തം പറഞ്ഞു, മാസങ്ങളോളം വിടുവായത്തം പറഞ്ഞു, എത്രയോ തവണ പറഞ്ഞു. അതിന് തിരുത്താനോ അങ്ങനെയല്ല എന്ന് ഉറപ്പിച്ച് പറയാനോ ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. അതിനുശേഷം കുറേ നാൾ ട്രംപ് പങ്കെടുക്കുന്ന ഉച്ചകോടികളിൽ നിന്ന് പ്രധാനമന്ത്രിയെ പോകില്ലായിരുന്നു, ആ വഴിക്കേ പോകില്ലായിരുന്നു. ഇപ്പോഴും ആ ബന്ധങ്ങൾ ഊഷ്മളമായിട്ടില്ല. അത് ഭയമാണോ അതല്ല വൈരാഗ്യമാണോ ദേഷ്യമാണോ എന്നൊന്നും നമുക്കിപ്പോഴും അറിയില്ല. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഡിപ്ലോമസിയുടെ പ്രശ്നമാണ്. പക്ഷേ സംഘപരിവാർ അനുകൂലികളൊന്നും സമ്മതിക്കില്ല. സോഷ്യൽ മീഡിയയിൽ സംഘ് ഹാൻഡിലുകൾ കാണിക്കുന്നത് ഇവരെയൊക്കെ ലേസർ ഐ പിടിപ്പിച്ച ആളുകളായിട്ടാണ് കാണിക്കുന്നത്. എന്തോ ഭയങ്കര സംഭവമാണ്, 56 ഇഞ്ചാണ്, വിശ്വഗുരുവാണ്, ട്രംപിനോടൊക്കെ പോയി പണിയോടാ എന്ന് പറയും. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളത് നമുക്കറിയാം. അത് ഒരു രാജ്യത്തിൻ്റെ അന്തസ്സുമായി ബന്ധപ്പെട്ടതും ആ രാജ്യം അതിൻ്റെ പൗരന്മാർക്ക് കൊടുക്കുന്ന അന്തസ്സുമായി ബന്ധപ്പെട്ടതാണ്. സാജു, അമേരിക്കക്കെതിരെ അനങ്ങാൻ കഴിയാത്ത നിസ്സഹായതയും ഗതികേടും വരുത്തി വെച്ചതല്ലേ? അതിനകത്തൊന്നും സംശയമില്ലാത്ത കാര്യമാണ്. ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അജിംസ് സൂചിപ്പിച്ചാണ്, ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പൗരന്മാരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇവിടെ എന്താണ്, 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട ശേഷവും ആകെ സംഭവിച്ച ഒരു കാര്യം, ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി S. ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഫോണിൽ വിളിച്ചു സംസാരിക്കുന്നു. എന്താണ് പ്രതിഷേധം, എന്താ അറിയിക്കുന്നത്? ഈ ആക്രമണം
വിഷയത്തിൽ ഇന്ത്യ ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വാണിജ്യ കപ്പലുകൾക്കെതിരെ ഇത്തരം മാരകമായ ആക്രമണങ്ങൾ ഉള്ള നടപടികളെ ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അത്രയും മതിയോ? അപ്പോഴും ഇങ്ങോട്ട് കിട്ടി രൂപയുടെ കയ്യിൽ നിന്ന്. അത് കിട്ടിയോ ഒക്കെ വേറെ വിഷയം. ഇനി അതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രതികരണം നടത്തിയതായത് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഒരു നാവികരുടെ മരണം അങ്ങേയറ്റം ദുരിതപൂർണമാണ് എന്ന ഒരു പ്രസ്താവനയും നടത്തി. ഈ രണ്ട് പ്രസ്താവന മതിയോ ഈ രാജ്യത്തിൻ്റെ, ഇത്ര കോടി ജനങ്ങളുള്ള ഇത്ര വലിയൊരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തെ ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കാൻ എന്ന് ചിന്തിക്കണം. അവിടെയാണ് നമ്മുടെ ഭരണകൂടത്തിന് അത്രത്തോളം കഴിയുന്നുണ്ടോ. മിനിമം ഞങ്ങളുടെ 3 പൗരന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിനുള്ള നഷ്ടപരിഹാരമെങ്കിലും വേണമെന്ന് ആവശ്യം മുന്നോട്ട് വയ്ക്കാനുള്ള ശേഷി ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പല ഉദാഹരണങ്ങളിലൂടെയും പലപ്പോഴും അമേരിക്ക സ്വീകരിക്കുന്ന നിലപാട് ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാകുന്ന ഘട്ടത്തിൽ പോലും മൗനം പാലിക്കുക എന്ന സമീപനം ഇന്ത്യയുടെ ഭരണ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇത് തുടർച്ചയായി സംഭവിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം പറയാതെ നരേന്ദ്രമോദി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ എല്ലാ കാര്യത്തുള്ള പോലെ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാതിരിക്കുക, ഈ വിഷയങ്ങളോട് പ്രതികരിക്കാതിരിക്കുക എന്ന തന്ത്രം തന്നെയാണ് ഇപ്പോഴും ഭരണകൂടം യഥാർത്ഥത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വിദേശകാര്യമന്ത്രിയുടെ പോലും പ്രതികരണം എക്സിലോ മറ്റോ നടത്തിയ ഒരു കുറിപ്പും മാത്രമാണ്. മാധ്യമങ്ങളെ പോലും അഭിമുഖീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ട് പറയാൻ കഴിയില്ല, അമേരിക്ക കാണിച്ചത് ശരിയായ രീതിയായിരുന്നില്ല, ഒരു വാണിജ്യ കപ്പലിനോട് സ്വീകരിക്കേണ്ട സമീപനം ഇതായിരുന്നില്ല, ഇന്ത്യൻ പൗരന്മാരുടെ മരണത്തിൽ ഞങ്ങൾക്കുള്ള വേദന, ഞങ്ങൾക്കുള്ള പ്രതിഷേധം ഇത് പരസ്യമായി അറിയിക്കാനുള്ള ശേഷിയെങ്കിലും ഈ ഭരണകൂടം നേടിയെടുക്കേണ്ടതാണ്. പക്ഷേ അതിന് കഴിയാതെ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നത് ഓരോ ഇന്ത്യക്കാരൻ്റെയും ദുഃഖമായി കൂടി മാറേണ്ടതാണ്. നിഷാദ്, ഇപ്പോഴും ഹോർമുസ് കടക്കാൻ കാത്തിരിക്കുന്ന നിരവധി കപ്പലുകളുണ്ട്. അതിലൊക്കെയുള്ള ജീവനക്കാർ, ഇന്ത്യൻ പൗരന്മാരുടെ അരക്ഷിതാവസ്ഥ അത് കൂട്ടുകയല്ലേ ചെയ്യുന്ന ഈ ഇൻസിഡന്റ്? ഈ അരക്ഷിതാവസ്ഥയെക്കുറിച്ച് പറയുമ്പോഴേ രാജേഷ് ശർമ്മ എന്ന് പറയുന്ന ഒരു പിതാവിൻ്റെ ട്വീറ്റ് നമ്മൾ ഭയങ്കര വൈറലാണ് ഇപ്പോൾ ഇന്ത്യയിൽ. അയാൾ തൻ്റെ മകനെ കാണാനില്ല, നാവികനാണ്, വിവരങ്ങൾ കിട്ടുമെങ്കിൽ ഷെയർ ചെയ്യണമെന്ന് ഒറ്റ പറഞ്ഞിട്ട് അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ട 3 പേരിൽ ഒരാളുടെ അച്ഛനാണ്. അതൊരു ബാക്ക് സ്റ്റോറി കൂടി ഉണ്ട്. ഈ പിതാവ് അതിന് മുമ്പൊരു ട്വീറ്റ് നടത്തിയിരുന്നു. ഗസയിലെ ഒരു മുസ്ലിം വിരുദ്ധ ഗസ ഒരു മുസ്ലിം രഹിത സ്ഥലമാക്കി ഏതാണ്ട് മാറ്റാൻ ഈ അമേരിക്കൻ ഇസ്രയേൽ ആക്രമണത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമാണ് ആ മേഖലയിലെ സമാധാനത്തിൻ്റെ ഏക വഴി എന്ന് പറഞ്ഞ് ഇയാൾ ആദ്യം പോസ്റ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷമാണ് അമേരിക്കൻ ആക്രമണത്തിൽ, അമേരിക്ക ഗസയിൽ നടത്തിയിട്ടുള്ള, അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഗസയിൽ നടത്തിയ ആക്രമണങ്ങൾ ശരിയായിരുന്നു എന്ന് പറഞ്ഞ ഒരാൾ അതേ അമേരിക്കൻ ആക്രമണത്തിൽ തൻ്റെ മകൻ കൊല്ലപ്പെടുമ്പോൾ വിലപിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ മനുഷ്യൻ ഒരു ഇന്ത്യക്കാരൻ നിലയ്ക്ക് തൻ്റെ മകനെ കാണാതായതിനെക്കുറിച്ച്, വിവരങ്ങൾ കിട്ടാത്തതിനെക്കുറിച്ച്, കൊല്ലപ്പെട്ടതിനെക്കുറിച്ചുള്ള സങ്കടം പങ്കുവയ്ക്കുന്നു. മുമ്പത്തെ സ്റ്റോറി വിടാം. അപ്പോൾ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു പിതാവിൻ്റെ സങ്കടം ആരാ കാണേണ്ടത്? സർക്കാരാണല്ലോ കാണുന്നത്. അതാണ് സർക്കാരിൽ ഇടപെടുന്നത്. നിങ്ങൾ ആക്രമിച്ചത് ഒരു ഇന്ത്യൻ നേവി കപ്പലിനെ അല്ല, ഇന്ത്യൻ ഒരു പട്ടാള കപ്പലിനെ അല്ല, മറിച്ച് ഒരു ടാങ്കറിനെ ആക്രമിക്കുകയാണ്. എന്തിനാണ് ആക്രമിക്കുന്നത്? ഒരു ടാങ്കറിനെ ആക്രമിക്കേണ്ട സാഹചര്യം എന്താണ്? ഒരു ടാങ്കറിന് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാം, കടന്നു പോകാൻ പാടില്ല നിർദ്ദേശം കൊടുക്കാം. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ആ ടാങ്കർ സ്റ്റോപ്പ് ചെയ്തത് അതിലുണ്ടായിരുന്ന 3 പേരെ കൊന്ന് ആ കപ്പൽ തകർത്തു. ഒരു വാണിജ്യ കപ്പലിനെ ആക്രമിച്ച് 3 നാവികരെ കൊല്ലേണ്ട സാഹചര്യം എന്തായിരുന്നു? അത് ഇന്ത്യക്ക് ചോദിക്കാൻ പറ്റണ്ടേ? ഇന്ത്യക്ക് അഭിമാനം ഉയർത്തിപ്പിടിച്ച് സംസാരിക്കാൻ പറ്റണ്ടേ? അങ്ങനെ സംസാരിക്കാൻ കഴിയാത്ത ഇന്ത്യൻ പൗരന്മാർ നിരന്തരം അപമാനിക്കപ്പെടുന്ന ഘട്ടത്തിലും ഉറക്കെ സംസാരിക്കാൻ കഴിയാത്ത ദുരൂഹവും അദൃശ്യവുമായ എന്തോ ഒരു കെണി, ലോക്ക് ഈ സർക്കാരിനുണ്ട് എന്ന് നമുക്ക് ആക്ഷേപിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആരോപിക്കാൻ പറ്റുന്ന സാഹചര്യമായത്. ഇന്ത്യയിൽ നിന്ന് ഇവിടുന്ന് ഇല്ലീഗലായി കുടിയേറിപ്പോയ ആൾക്കാരെ കൊണ്ടുവന്ന ഓർമ്മയുണ്ട്. ഓരോ ഘട്ടത്തിനും പിടിക്കുന്ന ആൾക്കാരെ കയ്യിലും കാലിലും ഒക്കെ ചങ്ങലയിട്ട് ഒരു സൈനിക വിമാനത്തിൽ കയറ്റി മര്യാദയ്ക്കിരിക്കാൻ പോലും കഴിയാതെ പീഡിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് തള്ളുകയാണ്. നമ്മുടെ എയർപോർട്ടിൽ ആ വിമാനം ലാൻഡ് ചെയ്യാൻ അനുവദിച്ച് കൊടുക്കുന്നു, അവരെ ഇറക്കിക്കൊണ്ടുവരുമ്പോൾ നമ്മൾ മിണ്ടാതെ നിൽക്കുന്നു. ഒരക്ഷരം ഇന്ത്യൻ പൗരൻ്റെ അഭിമാനത്തെക്കുറിച്ച്. നിങ്ങൾ ഇല്ലീഗലായി പിടിക്കുന്ന ആൾക്കാരുണ്ട്, പറ ഞങ്ങളുടെ വിമാനത്തിൽ കൊണ്ടുവന്നോളാം, ഇങ്ങനെ കൊണ്ടുവന്ന് തള്ളാൻ പറ്റില്ല, നിങ്ങളങ്ങനെ നിങ്ങളുടെ സൈനിക വിമാനത്തിൽ ഞങ്ങളുടെ ആൾക്കാരെ കൊണ്ടുവന്നാൽ ഇവിടെ തരാനിരിക്കില്ല ഞങ്ങളുടെ എയർപോർട്ട് എന്ന് പറയാൻ ഈ സർക്കാരിനെ പറ്റിയോ? നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഉണ്ടായപ്പം അത് പരിഹരിച്ചത് ഞാനാണ് എന്ന ഇന്ത്യയുടെ പോളിസിക്ക് വിരുദ്ധമായ വർത്തമാനം ട്രംപ് പറഞ്ഞു. നമ്മുടെ പോളിസി എന്താണ്? കശ്മീർ വിഷയത്തിൽ തേർഡ് പാർട്ടി ഇടപെടൽ അനുവദിക്കില്ല എന്നുള്ളതാണ്.
പക്ഷേ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഞാനാണത് പരിഹരിച്ചതെന്ന് അന്നും ഇന്നും ട്രംപ് പറയുന്നു. ആ ട്രംപിനെ ശക്തമായ ഭാഷയിൽ തള്ളിപ്പറയാൻ ആർക്ക് പറ്റിയിട്ടില്ല? നമ്മുടെ അഡ്മിനിസ്ട്രേഷന്, മോദിക്ക് പറ്റിയിട്ടില്ല. ഉറക്കെ പറയത്തില്ല. പിന്നെയും എന്തെല്ലാം സംഘർഷങ്ങൾ നോക്കൂ. ഈ പറയുന്ന പ്രതിസന്ധി ഉണ്ടല്ലോ സൈഫു, ഇവിടെ ഇപ്പം 115 രൂപയ്ക്കോ 118 പെട്രോളിന്. ഈ പെട്രോളിന് ഈ വില കയറ്റിയത് ആരാണ്? ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ്? ഈ റീജിയണിലെ മുഴുവൻ സ്റ്റെബിലിറ്റി തകിടം മറിക്കുകയും ഇത്രയും വലിയ സാമ്പത്തിക കെടുതി ഉണ്ടാക്കുകയും ചെയ്തത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കേവലമായ വ്യക്തി താല്പര്യമാണ് എന്ന് പറയാൻ ഇന്ത്യക്ക് പറ്റണ്ടേ? ഇത് നിങ്ങൾ അവസാനിപ്പിക്കണമെന്ന് നിങ്ങൾ എന്തിനായി ഇത് നടത്തുന്നത്? ഇന്ത്യ എന്ന രാജ്യത്തിന് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള രാജ്യമാണ് ഇറാൻ. കോടിക്കണക്കിന് രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. നമ്മളുമായിട്ട് വ്യാപാര ബന്ധമുള്ള സൗഹൃദ രാജ്യമാണ് ഇറാൻ. ആ ഇറാനെ ആക്രമിച്ചു. അതുപോട്ടെ, ഈ റീജിയണൽ സ്റ്റെബിലിറ്റിയെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. GCC രാജ്യങ്ങൾ നമ്മളുമായിട്ട് സാമ്പത്തികമായ ബന്ധം എന്തുമാത്രമുണ്ട്? ഇന്ത്യയുടെ താല്പര്യങ്ങളെ എല്ലാ അർത്ഥത്തിലും ഒരുപക്ഷെ ഏറ്റവും ഇമ്പാക്റ്റഡ് ആയ രാജ്യമാണ് ഈ അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിൽ. ഏറ്റവും ഇമ്പാക്റ്റഡ് കൺട്രി ഈസ് ഇന്ത്യ. ഇന്ത്യയുടെ GCCയിലെ വലിയ തോതിലുള്ള താല്പര്യങ്ങൾ, അവിടെ കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, അവരിങ്ങോട്ട് അയക്കുന്ന പണം, നമ്മുടെ ഇറാനുമായിട്ടുള്ള ബന്ധം, ഈ ഹോർമൂസ് അടഞ്ഞു കിടക്കുന്നതുകൊണ്ടുണ്ടെന്ന എണ്ണയുടെ വിലക്കയറ്റം, ഇതെല്ലാം നമ്മളെ ബാധിച്ചു. ഇത് നിർത്തണം. ഇത് നിങ്ങളുടെ താല്പര്യമില്ലാതെ ലോകത്തിൻ്റെ താല്പര്യമില്ല എന്നുള്ളൊരു പൊളിറ്റിക്കൽ വർത്തമാനം പറയാൻ പറ്റിയിട്ടുണ്ടോ ഇന്ത്യയെ കൊണ്ട്? പറ്റില്ല. ആഭ്യന്തരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഉള്ള ആഭ്യന്തര വർത്തമാനങ്ങളല്ലാതെ പുറത്ത് പോയിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കുറേ കാലമായി പറഞ്ഞിരുന്നല്ലോ, എങ്ങനെയാണ് ഫോറിൻ പോളിസി വീക്കാവുകയും നമുക്ക് നമ്മുടെ രാഷ്ട്രങ്ങളെ നഷ്ടപ്പെടുന്നത്, എങ്ങനെയാണ് നമുക്ക് നേപ്പാളിനെ നഷ്ടപ്പെടുന്നത്, എങ്ങനെയാണ് നമുക്ക് ശ്രീലങ്കയെ നഷ്ടപ്പെടുന്നത്, എങ്ങനെയാണ് നമുക്ക് ഭൂട്ടാനെ നഷ്ടപ്പെടുന്നത്, ചുറ്റുമുണ്ടായിരുന്ന രാജ്യങ്ങളിലെല്ലാം നമുക്ക് കൺട്രോൾ നഷ്ടപ്പെടുകയും ശത്രു രാജ്യങ്ങൾ അവിടെയെല്ലാം വന്ന് ഗ്രിപ്പ് ഉണ്ടാക്കുകയും ചെയ്യുകയും നമ്മൾ നോക്കി നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് വീക്കായിട്ടുള്ള ഫോറിൻ പോളിസി. അപ്പോൾ അത് എന്തുകൊണ്ടാണ് പറയാൻ പറ്റുന്നത്? ഇവിടെ ചുമ്മാ ഈ ലോക്കൽ ഹിന്ദിയിൽ വെറുപ്പ് പ്രസംഗിക്കുന്ന പോലെ എളുപ്പമല്ല ഫോറിൻ പോളിസി എന്ന് പറഞ്ഞത്. കാണുമ്പോൾ ഓടിച്ചെന്ന് കല്യാണത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ കെട്ടിപ്പിടിക്കല്ലേ, അതുപോലെ ഫോറിൻ ലീഡേഴ്സിനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുകയോ അവിടെ ചെല്ലുമ്പോൾ ലീഡേഴ്സിൻ്റെ കൂടെ മുട്ടായി വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ അതെടുത്തിട്ട് റീൽ ഉണ്ടാക്കുകയോ ചെയ്യുന്നതല്ല. അതല്ല ഫോറിൻ പോളിസി. രാജ്യത്തിൻ്റെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കണം. ഇന്ത്യക്ക് അത് പറയാൻ പറ്റും. കാരണം എന്താ അറിയാമോ? ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ പോപ്പുലേഷനാണ്. ലോകത്തെ ഏറ്റവും വലിയ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ലോകത്തെ ഏറ്റവും വലിയ വിപണിയാണ്. നമ്മളെടുത്ത് തെറ്റിയിട്ട് ആർക്കാ കച്ചവടം നടത്താൻ പറ്റുക? ഈ ചൈനയ്ക്കും അമേരിക്കയും എവിടെ ഈ കച്ചവടം നടത്താൻ പറ്റുക? ഈ കച്ചവടം എല്ലാം വാങ്ങിക്കേണ്ട പോപ്പുലേഷൻ ഇവിടെ കിടക്കുന്നവരാണ്. സോ ഇന്ത്യയുടെ പവർ മനസ്സിലാക്കി വർത്തമാനം പറയാൻ പറ്റണം. അതുകൊണ്ടാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത്, ഈ ദേവയാനി ഖോബർഗഡയെ അപമാനിച്ച സംഭവത്തിൽ ഞങ്ങൾക്ക് പ്രതികാരം. എന്ത് അവസാനം സംഭവിച്ചത്? അവസാനം ഇന്ത്യ പറഞ്ഞത്തേക്ക് പോയിന്റ് വന്നില്ലേ? ഇവിടെ എന്താ വരത്തിൻ്റെ കാരണം എന്താണ്? കൂടുതൽ വർത്തമാനം പറഞ്ഞാൽ വേറെ ചില സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ടെന്ന് ആരോടോ പറയുന്നത് പോലെ നമുക്ക് തോന്നുന്നു. എന്തേ മിണ്ടാൻ പറ്റാത്തത്? രാജ്യത്തിൻ്റെ താല്പര്യത്തിനേക്കാളപ്പുറം വ്യക്തിപരമായിട്ടുള്ള എന്തോ ഭയപ്പാടുകൾ ആൾക്കാരെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് സംശയിക്കാൻ കഴിയുന്ന സാഹചര്യമാണിത്. കാരണം നിരന്തരമായി ഇന്ത്യൻ പൗരന്മാർ അപമാനിക്കപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. അപ്പോഴും ശബ്ദിക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടം. ആരുടെ ഭരണകൂടമാണ്? നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിലിരിക്കുന്നു എന്ന് വെച്ചാൽ അത് നമ്മുടെ എപ്പോഴത്തെയും വലിയ സുരക്ഷിത ബോധമാണ്. കേവലമായ ഒരു പേപ്പറല്ല, അതൊരു സുരക്ഷിത ബോധമാണ്. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നാണ്. 5-മത്തെയോ 4-മത്തെയോ സൈനിക ശക്തിയാണ്. പൗരൻ്റെ അഭിമാനത്തിനും അന്തസ്സിനും സംരക്ഷണവും വിലയും കൊടുക്കുന്ന രാജ്യമാണ് എന്ന ബോധ്യമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതിൻ്റെ പവർ. അല്ലേ? ആ പവറിനെ എടുത്ത് കളയുന്നേ. അത് കയ്യിലുണ്ടായിട്ടും കാര്യമില്ല. ആ പാസ്പോർട്ടും കൈവച്ച് നിങ്ങൾ ലോകത്തോട് ഇറങ്ങിയിടുന്ന ആരെങ്കിലും നിങ്ങളെ തല്ലിക്കൊന്നാനും ചോദിക്കാൻ ഒരു രാജ്യമില്ല എന്ന് വെച്ചാൽ പിന്നെ അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞ ആ പാസ്പോർട്ട് കൊണ്ട് അമേരിക്കൻ പൗരന് ഒരു പാസ്പോർട്ട് കൊണ്ട് വന്നാൽ ഐ എം അമേരിക്കൻ സിറ്റിസൺ എന്ന് പറയുമ്പോൾ അയാൾക്കൊരു പ്രൗഡുണ്ട്. എന്താണ്? എന്നെ നിങ്ങൾ തൊട്ടാൽ കൊണ്ടുപോകാൻ ആൾ വരും, രക്ഷിക്കാൻ ആൾ വരും എന്നുള്ള പ്രൗഡാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ആയാലും. ഇത് നിങ്ങൾ ഈ പാസ്പോർട്ട് കൊണ്ട് പോയിട്ട് നിങ്ങളെ ആക്രമിച്ചാലും ചോദിക്കാൻ ഒരു ഭരണകൂടം ഇല്ലയെന്ന് വെച്ചാൽ ആ പാസ്പോർട്ടിൻ്റെ നമ്മുടെ സുരക്ഷിത ബോധത്തിൻ്റെ നമ്മുടെ അഭിമാന ബോധത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എന്നിട്ട് ഇപ്പോഴും ട്രംപിൻ്റെ പടം വെച്ച് പൂജ നടത്തുകയാണ്, വിളക്ക് കത്തിക്കുകയാണ്. ഇതാണ് ഈ രാജ്യത്തിൻ്റെ അവസ്ഥ. യെസ്. അപ്പോൾ 3 ഇന്ത്യൻ പൗരന്മാരെ, 3 ഭാരതീയരെ നിഷ്കരുണം US നാവികസേന വെടിവെച്ച് കൊലപ്പെടുത്തി കഴിഞ്ഞിട്ടും അതിൽ ഒരക്ഷരം എന്ത് സംഭവിച്ചു എന്ന് മിണ്ടാൻ പോലും വിശദീകരിക്കാൻ പോലും കഴിയാത്ത നിരാശാജനകമായ നിസ്സഹായാവസ്ഥയിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. എന്തുകൊണ്ട് നിസ്സഹായാവസ്ഥ എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിശദീകരിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഇടവേള കഴിഞ്ഞ് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വരാം. ഫൈനൽ ആർഗ്യുമെന്റിലേക്ക് വീണ്ടും. അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റിന്റെ സംഭാവനകളിലും സാമ്പത്തിക കാര്യങ്ങളിലും ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ UP സർക്കാർ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് അഖിലേഷ് യാദവാണ് ഈ ആരോപണം ആദ്യം ഉയർത്തിയത്. കോടതി സ്വമേധയാ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. പിന്നാലെ മുതിർന്ന BJP നേതാവ് രജനീഷ് സിംഗ് ട്രസ്റ്റിലെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് പൊതുജനങ്ങളോട് വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തെഴുതുകയും ചെയ്തിരിക്കുന്നു. അഴിമതിയെ വെച്ചുറപ്പിക്കാത്ത നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് നരേന്ദ്രമോദിക്ക് തന്നെ പരാതി പോയിട്ടുണ്ട്. അതൊരു മുതിർന്ന BJP നേതാവ്. അപ്പോൾ ഇതിനകത്തൊരു സുതാര്യമായ അന്വേഷണം നടക്കുന്നു കരുതുന്നു സർ? ഇപ്പോൾ പ്രഖ്യാപിച്ച അന്വേഷണം എന്താ? സംസ്ഥാനതല അന്വേഷണമല്ലേ? ഈ അന്വേഷണത്തിലേക്ക് തന്നെ പോയതിൻ്റെ കാരണം എന്താണെന്നറിയോ?
ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായും ആവശ്യപ്പെട്ടത് ഒരു സംസ്ഥാനതല അന്വേഷണമല്ല, ഒരു സ്വതന്ത്രമായ അന്വേഷണമാണ്. ജുഡീഷ്യൽ അന്വേഷണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നു. ഈ ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാർ തന്നെ നേരിട്ട് നിയന്ത്രിക്കുന്നതാണ് ഈ ട്രസ്റ്റ് യഥാർത്ഥത്തിൽ. അപ്പോൾ ആ ട്രസ്റ്റ് എന്ത് ചെയ്യുകയാണ്? ഉടനെ യോഗി ആദിത്യനാഥിനെ പോയി കാണുന്നു, അന്വേഷണം ആവശ്യപ്പെടുന്നു, അപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ അന്വേഷണം തന്നെ പലതും വഴിതിരിച്ചു വിടാനുള്ള നീക്കത്തിൻ്റെ തുടക്കമായിട്ട് വേണം നമ്മൾ കാണാൻ എന്നുള്ളത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഈ ട്രസ്റ്റ് തിടുക്കപ്പെട്ട് അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സർക്കാരിലേക്ക് പോയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പോൾ ഒരു IG-യും 2 IAS ഉദ്യോഗസ്ഥരെയും ഒക്കെ ഉൾപ്പെടുന്നതാണ് സംഘം. ഈ സംഘത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് UP സർക്കാരിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലായിരിക്കും. അവിടെ ഒരു വലിയ ക്രമക്കേട് നടന്നു, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബാബരി മസ്ജിദ് തകർക്കുകയും അതിനുശേഷം അവിടെ ക്ഷേത്രം നിർമ്മിക്കുകയും ഒക്കെ ചെയ്ത കൂട്ടത്തിൽ നിന്ന് തന്നെ വലിയ അഴിമതിയും അവിടുന്ന് കട്ടെടുത്തുകൊണ്ട് പോയി എന്ന് സമ്മതിക്കാൻ UP സർക്കാർ പോലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്നുള്ളത് വസ്തുതയാണ്. കാരണം 2023 മുതൽ ലഭിച്ച സംഭാവനകളുടെ ഓഡിറ്റിൽ തന്നെ അഴിമതി വ്യക്തമാണ്. ബാങ്ക് അക്കൗണ്ടിലെ തുകയും ലഭിച്ച പണവും തമ്മിൽ വലിയ പൊരുത്തക്കേടുണ്ട് എന്നാണ് ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ആരുണ്ട്? ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ആരാ? VHPയുടെ നേതാവാണ് ചമ്പത് റായ് എന്ന് പറയുന്ന ആൾ. ഇദ്ദേഹവും സംശയത്തിൻ്റെ നിഴലിലാണ്, ആ സംശയത്തിലാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പം ഇതിനകത്ത് ക്രമക്കേടിൽ ആദ്യം പരാതി ഉന്നയിച്ച അക്കൗണ്ടന്റിനെ തന്നെ ഇവരാദ്യം നീക്കിയിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ അവിടെ 8 മാസത്തെ CCTV ദൃശ്യങ്ങളൊക്കെ ഈ VHP നേതാവ് തന്നെ നീക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് സംഭാവനയായി ലഭിക്കുന്ന സ്വർണവും വെള്ളി ആഭരണങ്ങളുടെ കണക്കുകളൊന്നും ആർക്കും അറിയില്ല എന്നാണ് ഈ ആരോപണം ഉന്നയിച്ച ജീവനക്കാരൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിനകത്തേക്ക് തുടക്കം മുതലുള്ള പണമിടപാടുകളിലൊക്കെ തന്നെ ദുരൂഹത ആരോപിക്കാൻ കഴിയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് നേരത്തെ നിഷാദ് പറഞ്ഞ പോലെ എന്തായിരുന്നു ലക്ഷ്യം? യഥാർത്ഥത്തിൽ വിശ്വാസത്തെ മുൻനിർത്തിയുള്ള പോരാട്ടമൊന്നും ആയിരുന്നില്ല ഇവരൊക്കെ നടത്തി വന്നിരുന്നത്. ഇവർ നടത്തി വന്ന എല്ലാ ഇടപാടുകളും അധികാരം കേന്ദ്രീകരിച്ചായിരുന്നു. അധികാരത്തിലേക്ക് അതെല്ലാം എത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ധനം സമ്പാദിക്കാനുള്ള മാർഗമായി ഓരോരുത്തരും മാറ്റുന്നു എന്ന അവസ്ഥയിലേക്ക് ഈ സംവിധാനം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ നടത്തിയിരിക്കുന്ന UP സർക്കാരിൻ്റെ കീഴിൽ നടക്കാൻ പോകുന്ന അന്വേഷണം എത്രമാത്രം നിഷ്പക്ഷമായിരിക്കും എന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ആ ചോദ്യം അന്വേഷണം സുതാര്യമൊന്നും ആകാൻ പോകുന്നില്ല. ആരിലെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അന്വേഷണം വെച്ചിട്ട് അവസാനിപ്പിക്കാനുള്ള സാധ്യതയുള്ളൂ. ഇന്ത്യ രാജ്യത്ത് പുറത്തു വരാത്ത ഒരുപാട് ദുരൂഹമായ ഇടപാടുകളിൽ ഒന്നായി ഇതും അവശേഷിക്കാനുള്ളതാണ് സാധ്യത. അജിംസ്, കേന്ദ്രത്തിന്റെ ചട്ടുകങ്ങളായ ചില ഏജൻസികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇടപെടാവുന്ന ഒരു കേസാണോ ഇത്? ഇതെന്താണ് സാർ? അപ്പനും സുഭദ്രയും ചേർന്നൊരു ട്രസ്റ്റാണ്, കേന്ദ്ര സർക്കാരിന് മുൻകൈയിൽ ഉണ്ടാക്കിയ ഒരു ട്രസ്റ്റ്. ആ ട്രസ്റ്റാണ് കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്. അതിൽ പബ്ലിക് മണിക്ക് എന്ത് കാര്യം? പബ്ലിക്കിന് എന്ത് താല്പര്യം? അതിൽ സംഭാവന കൊടുത്ത ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും, അവർ കാണിക്കിട്ടവർക്ക് താല്പര്യം ഉണ്ടാവും, നേർച്ച നടന്നവർക്ക് താല്പര്യം ഉണ്ടാവും. എന്നല്ലാതെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ കുറച്ച് നാളെ ആയിട്ടുള്ള ക്ഷേത്രം പണിതിട്ട്. ആ ക്ഷേത്രം സാധാരണ ക്ഷേത്രമല്ല. കേന്ദ്ര സർക്കാർ തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു നാഷണൽ പ്രൈഡാണ്, രാജ്യത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ദേവാലയമാണ് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം, ഒരു ദേവാലയമാവുന്നപ്പോഴാണ് അതിൻ്റെ ഇമോഷൻ ഭക്തിയാവുമ്പോഴാണ്. അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഗുരുവായൂർ, അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഗുരുവായൂരപ്പനോടുള്ള ഭക്തിയാണ്. ആ ക്ഷേത്രത്തിൻ്റെ ആണിക്കല്ലെന്ന് പറയുന്ന കാര്യം. ശബരിമലയോ അയ്യപ്പനോടുള്ള ഭക്തിയാണ്. ഭക്തരങ്ങോട്ട് തീർത്ഥാടനമായിട്ട് വരുമ്പോഴാണല്ലോ അതൊരു ദേവാലയമായി മാറുന്നത്. രാമക്ഷേത്രത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതൊരു പൊളിറ്റിക്കൽ മോന്യുമെൻ്റ് ആണ് എന്നുള്ളതാണ്. രാമക്ഷേത്രം കാണാൻ വേണ്ടി ഭക്തി കൊണ്ടാണ് ആളുകൾ പോകുന്നത്, അതല്ല രാഷ്ട്രീയമായ താല്പര്യത്തോടെ ആയിരിക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. 2, ഇത് നടത്തുന്നവരുടെ ഇമോഷൻ കൂടി പ്രധാനമാണ്. ഇത് നടത്തുന്നവർ അത് നടത്തുന്നത് നാഷണൽ പ്രൈഡ് എന്നതിൽ അവരിക്കുന്നത് പൊളിറ്റിക്കലായി. അത് ഭക്തി തന്നെയാണോ? ഇനി ഇത് നടത്തുന്നതാരാണ്? സംഘപരിവാറാണ്. ഇതിൻ്റെ പ്രബന്ധകർ എന്ന് പറയുന്നത് സംഘപരിവാറാണ്. സംഘപരിവാറിൻ്റെ ഐഡിയോളജിയാണ് ഹിന്ദുത്വമാണ്. ഹിന്ദുത്വ ഐഡിയോളജി ഉണ്ടാക്കിയതാരാണ്? വീർ സവർക്കറാണ്. വീർ സവർക്കർ ഭക്തനായിരുന്നോ? അല്ല, അദ്ദേഹം എത്തിസ്റ്റായിരുന്നു. അദ്ദേഹം ദൈവനിഷേധിയായ എത്തിസ്റ്റായിരുന്നു. അപ്പോൾ ദൈവനിഷേധിയായ എത്തിസ്റ്റായ സവർക്കർ ഉണ്ടാക്കിയ ഹിന്ദുത്വമാണ്. ആ ഹിന്ദുത്വയിൽ ആശയപ്രചോദിതരായി ഉണ്ടാകുന്ന ഒരു ദേവാലയം, ആ ദേവാലയത്തിൻ്റെ കോർ ഇമോഷൻ എന്തായിരിക്കും? അത് ഭക്തി തന്നെയാണോ എന്നുള്ള ചോദ്യമാണ്. ഭക്തി അല്ലെങ്കിൽ പിന്നെ അവിടെ ഈ പറഞ്ഞതൊക്കെ നടക്കും, സർക്കാർ ആവശ്യത്തിൽ നടക്കുന്ന കാര്യങ്ങളും നടക്കും. ഇപ്പോൾ 7 കോടി രൂപ മറ്റാണ് പോയിട്ടുള്ളത് കേൾക്കുന്നു, സ്വർണ്ണാഭരണങ്ങളൊക്കെ നേർച്ച വെച്ചെന്ന് പോയിന്ന് കേൾക്കുന്നു. അത് ഒരു ദേവാലയത്തോട് അതിനെ നടത്തിപ്പുകാർക്കും അത് സന്ദർശിക്കുന്ന ഭക്തർക്കും ഭക്തി എന്ന ഇമോഷൻ ഉണ്ടാകുമ്പോൾ മാത്രമേ അത് ശുദ്ധമായിട്ട് നടക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ
ഈ സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ശരി, നമുക്ക് അവസാന വിഷയത്തിലേക്ക് വരാം. ഇടവേള കഴിഞ്ഞു. ഫൈനൽ ആർഗ്യുമെന്റിലേക്ക് വീണ്ടും. എഥനോളിന്റെ അളവ് കൂട്ടിയ പുതിയ ഇനം പെട്രോൾ ലഭ്യമാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ എന്ന വാർത്ത കേൾക്കുന്നു. എഥനോളിന്റെ അളവ് 25% ഉയർത്തുന്ന E25 പദ്ധതിക്ക് പിറകെ 100% എഥനോളിൽ ഓടുന്ന E85 പദ്ധതിയിലേക്കും ഉടൻ കടന്നേക്കുമെന്ന സൂചനകൾ. എന്തിനാണ് സർക്കാർ ഇത്രയധികം എഥനോളിന് പ്രാധാന്യം നൽകുന്നതെന്നടക്കം പൊതുജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ വലിയ സംശയങ്ങളുണ്ട്. അജിംസ്, എന്താണ് ഈ എഥനോൾ കഥ? എഥനോൾ കഥയൊന്നുമില്ല. പെട്രോളിന് പറ്റിയൊരു ആൾട്ടർനേറ്റീവാണ് എഥനോൾ എന്ന് സയന്റിഫിക്കലി കണ്ടുപിടിച്ചതാണ്. ബ്രസീൽ എന്ന് പറയുന്ന രാജ്യം ഘട്ടം ഘട്ടമായി അത് നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വിജയകരമായിട്ട് നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ അത് അനൗൺസ് ചെയ്ത് നടപ്പാക്കിയ രീതി വൻ ബ്ലണ്ടറായിരുന്നു. അതായത് ആദ്യം 10%, 2014 10% കൊണ്ടുവന്നു. 2020 ഒക്കെ ആകുമ്പോഴത്തേക്കും 20% കൊണ്ടുവരുന്നു. 2025 20% ആക്കാൻ 5 കൊല്ലം മുമ്പ് തന്നെ അവർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. 2030 20% ആക്കണം 2025 തന്നെ ആക്കിയെന്നാണ് പ്രഖ്യാപനം നടന്നത്. അതെന്തോ ആവട്ടെ, ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കൃത്യമായി ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിനെ അറിയിക്കുകയോ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ എഥനോളും പെട്രോളും രണ്ട് സാധനങ്ങളാണ്. എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ള 2 വസ്തുക്കളാണ്. അതാണ് മിക്സ് ചെയ്ത് ഇറക്കുന്നത്. 1, ഇതിൽ വാട്ടർ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഈ ഫ്യൂവൽ സിസ്റ്റം, വണ്ടിയുടെ ഫ്യൂവൽ സിസ്റ്റത്തിന് കേടുപാടുകൾ ഉണ്ടാക്കും. അപ്പോൾ പുതിയ വണ്ടികൾ 2025 മുതലുള്ള വണ്ടികളിൽ അതിനുള്ള സിസ്റ്റം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൊറോസീവ് അല്ലാതെ, ഇത് പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. കൊറോസീവ് അല്ലാത്ത സ്പെസിഫിക്കേഷനുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ശരി തന്നെ. ഇത് കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇനി 25 30 അങ്ങനെ 100% എഥനോളിൽ മാത്രം ഓടുന്ന വണ്ടികൾ ഇറക്കാം കുറേ കഴിയുമ്പോൾ എന്നാണ് പ്ലാൻ. ഇതൊക്കെ ശരി, പക്ഷേ ഇത് നാട്ടുകാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മൾ അടിക്കുന്ന എല്ലാ പെട്രോളും 20% എഥനോളാണ്. അതിന് വേറെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 115 രൂപയ്ക്ക് പെട്രോൾ അടിക്കുമ്പോൾ ആ പെട്രോൾ അടിക്കുമ്പോൾ നമ്മളൊരു ടാക്സ് കൊടുക്കുന്നുണ്ട് അല്ലേ? പലതരം എക്സൈസ് ഡ്യൂട്ടി, പല ടാക്സുകൾ കൊടുക്കുന്നുണ്ട്. എഥനോൾ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നത് കരിമ്പിൽ നിന്ന് ഉണ്ടാകുന്നതാണ്, മൊളാസിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അപ്പോൾ കരിമ്പിൽ നിന്ന് എഥനോൾ ഉണ്ടാകുമ്പോൾ അതിന് GST ആണ്. അത് ഓൾറെഡി നമ്മൾ GST അടയ്ക്കുന്ന എഥനോൾ, അത് കമ്പനികൾ GST കൊടുത്ത് അടച്ചിട്ടാണുള്ളത് വാങ്ങുന്നത്, ഈ ഓയിൽ കമ്പനികൾ. അതുകൂടി നമ്മൾ പൈസ കൊണ്ട് എഥനോളിൻ്റെ GST പൈസ നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് ആ എഥനോൾ പെട്രോളിൽ ചേർക്കുമ്പോൾ പെട്രോളിൻ്റെ ടാക്സ് കൂടി നമ്മൾ അടയ്ക്കുന്നു. ഡബിൾ ടാക്സിങ് ആണ്, കൊള്ള നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി കഴിഞ്ഞ 10-12 വർഷമായിട്ട് കൊള്ളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം സർക്കാർ പറയുന്നത് E22 മുതൽ E30 വരെയുള്ള പെട്രോളിന് ഞങ്ങൾ സെസ് ഒഴിവാക്കുന്നു. അത് ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന E20 ആണ്. E25 ഒക്കെ ഏതോ കാലത്ത് ഇറങ്ങും, അപ്പോൾ ഞങ്ങൾ ടാക്സ് ഒഴിവാക്കാം. അത് ഈ കൊള്ള നടത്തുന്നത് നിർത്താൻ പോലും തയ്യാറാവാതെ ആ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാണ്ട് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് 2 വീലറുകളാണ്. 2 വീലർ ഓടിക്കുന്ന ആൾക്കറിയാം ഈ സാധനം അടിച്ചു തുടങ്ങിയപ്പോൾ പോലെ മിസ്സിംഗ് ഉണ്ട്, മൈലേജ് കുറയുന്നുണ്ട്. അത് സത്യമാണ്. പക്ഷേ സർക്കാർ പറഞ്ഞത് എന്താ, അങ്ങനെ യാതൊരു സയൻറ്റിഫിക് സ്റ്റഡി ഇല്ല, അങ്ങനെ മൈലേജ് കുറയില്ല, അടിപൊളിയാണ് എന്നാണ് പറയുന്നത്. ആ മൈലേജ് കുറയുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഈ ചേർക്കുന്ന എഥനോളിൽ എന്തോ പ്രശ്നമുണ്ട്. ഈ ചതിയിലും വഞ്ചനയും എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ എഥനോളിൽ മായമുണ്ടെന്ന് സർക്കാർ പരിശോധിക്കണം. അതാണ് വണ്ടികൾ റോഡിൽ കിടക്കുന്നത് പരിശോധിക്കണം. 2 വീലർ ഓടിക്കുന്ന എല്ലാവർക്കും അറിയാം എഥനോൾ അടിച്ചു തുടങ്ങിയ പിന്നെ 5% മുതൽ 10% വരെയും മൈലേജ് കുറയുന്നുണ്ടെന്നാണ് ഭൂരിഭാഗം അഭിപ്രായങ്ങളും. അത് നാട്ടുകാർ പറഞ്ഞല്ലേ, സർക്കാർ സമ്മതിക്കണം. സർക്കാർ സമ്മതിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ഈ എഥനോളിന് പകരം വല്ല വെള്ളം ഒഴിച്ചിട്ടാണോ കൊടുക്കുന്നത് ആർക്കറിയാം. അപ്പോൾ അത് പരിശോധിക്കാൻ പോലും തയ്യാറല്ല. ഈ 140 കോടിയുള്ള ജനങ്ങളുള്ള നാട്ടുകാരെ എന്താണ് നഗ്നമായി പറ്റിക്കുകയാണ്, പട്ടാപ്പകൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ രസം എന്താണെന്ന് വെച്ചാൽ അതിനെതിരെയൊന്നും ആരും പ്രതികരിക്കില്ല, പക്ഷേ ഓൺലൈനിലൊക്കെ കഴിഞ്ഞ വർഷം വലിയ തോതിലുള്ള ചർച്ചയുണ്ടായിരുന്നു. ആളുകൾ പറഞ്ഞു തീർക്കുക. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ഈ ഫ്രസ്ട്രേഷൻ മുഴുവൻ പറയാൻ സ്ഥലമുണ്ട്, പക്ഷെ ഒരു പ്രൊട്ടസ്റ്റോ അല്ലെങ്കിൽ സർക്കാരിനെ തിരുത്തിക്കാനൊന്നും കഴിയില്ല. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം മാറിപ്പോയി. സാജു, സർക്കാരിന് ഇത് വിശദീകരിക്കുന്നതിൽ കുറേ പരിമിതികൾ. ആ പരിമിതിയുടെ കാരണം എന്തായിരിക്കും? അല്ല, അങ്ങനെ പരിമിതിയൊന്നുമില്ല. കുറേ മറച്ചു വെക്കാൻ സർക്കാരിനുള്ളത് കൊണ്ടായിരിക്കാം ഇതാക്കുന്നത്. കാരണം സർക്കാർ അത്രയ്ക്ക് ചെയ്യാനൊന്നുമില്ല. സർക്കാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, വിദേശ രാജ്യങ്ങളെ ഇന്ധനത്തിനായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാം, ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിലൂടെ കുറയ്ക്കുന്നതോടെ ലക്ഷക്കണക്കിന് കോടി രൂപ ലാഭിക്കാൻ കഴിയും എന്നൊക്കെ പറയുന്ന വലിയ രീതിയിൽ സാമ്പത്തിക ശാസ്ത്രമൊക്കെ പറഞ്ഞിട്ടാണ് സർക്കാർ ഇതിലേക്ക് മാത്രമല്ല കരിമ്പ്, ചോളം, മറ്റു ധാന്യങ്ങൾ ഇതിൽ നിന്നൊക്കെയാണല്ലോ എഥനോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്തരം കർഷകർക്കെല്ലാം കാർഷിക ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത കൂടും, കർഷകർക്ക് അധിക വരുമാനം ഉണ്ടാവും.
അങ്ങനെയുള്ള കുറേ മോഹനസുന്ദരമായ കാഴ്ചപ്പാടുകളൊക്കെ ഇത് മുന്നോട്ട് വെച്ചിട്ടാണ് ഉള്ളത്. പക്ഷേ ഒപ്പം തന്നെ എഥനോൾ കത്തുമ്പോൾ ഇന്ന് കാർബൺ മോണോക്സൈഡ് പോലുള്ള വിഷവാതകങ്ങളുടെ പുറന്തള്ളൽ കുറയും, അത് മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മൈലേജിൽ, എന്നിട്ട് അവസാനം മൈലേജിൽ ചെറിയ കുറവൊക്കെ അനുഭവപ്പെടാം എന്നൊക്കെ ചില ഒരു പറഞ്ഞും വെക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് ഇതിനിപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഏറ്റവും അവസാനം ഇറങ്ങുന്ന BS6 വാഹനങ്ങളുണ്ടല്ലോ, ആ വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് E20 ഇന്ധനത്തിന് അനുയോജ്യമായ രീതിയിൽ നിർമ്മാണം നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞ ഘട്ടത്തിലേക്കൊക്കെ എത്തുന്ന രീതിയിലുള്ള വാഹന നിർമ്മാണം പോലും ഈ രാജ്യത്ത് തുടർന്നിട്ടില്ല. വളരെ കുറഞ്ഞ ഇപ്പം എന്തോ ഹുണ്ടായി ഒക്കെ എന്തോ കാറുകൾ ഇറക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ആ രീതിയിലുള്ള ഉൽപ്പാദനം പോലും തുടങ്ങാത്ത കാര്യത്തിലാണ് നമ്മളിപ്പോൾ നികുതിയൊക്കെ വെട്ടിക്കുറച്ചിട്ട് മുന്നോട്ട് പോകുന്നത്. അവസാനിപ്പിക്കാം, ഒറ്റ മിനിറ്റ്. അല്ല, അതിനകത്ത് കാര്യമുണ്ട്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അതായത് ഇത് പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ നവീനമായ ആശയങ്ങൾ കൊണ്ടുവരാൻ എന്നുള്ളതല്ല, പൈസയുടെ വരവ് കുറയുമ്പോൾ അത് കിട്ടാനുള്ള പല മാർഗ്ഗങ്ങൾ അവലംബിക്കുക, അത്രേ ഉള്ളൂ. അതായത് എഥനോൾ ചേർത്താൽ കുറച്ച് കൂടുതൽ പൈസ കിട്ടും. നമുക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഈ യുദ്ധമൊക്കെ തുറന്നതിന് മുമ്പ് ഭയങ്കരമായിട്ട് പൈസ കുറവായിരുന്നു. ആ പൈസ കുറവായിരുന്നു വെച്ചാൽ ഭയങ്കര പൈസ കുറവായിരുന്നു. പക്ഷെ നമുക്കതിൻ്റെ ഗുണഫലം കിട്ടിയോ? കിട്ടിയില്ലല്ലോ. അത് കഴിഞ്ഞ് റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയപ്പോൾ റഷ്യക്ക് എണ്ണ വയ്ക്കാൻ നിവൃത്തിയിൽ ഉപരോധമായി. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചുകൊടുക്കുന്നത്. വൻ ഓഫർ ഇട്ട് വിറ്റു. നമ്മളിപ്പോൾ ലുലു മാളിലൊക്കെ കാണുന്ന പോലെ റഷ്യ ഓഫർ ഇട്ടാണ് എണ്ണ വിറ്റത്. ഇന്ത്യക്ക് ഭയങ്കര പൈസ കുറച്ച് കിട്ടി. വല്ലതും കിട്ടിയോ? നമുക്ക് വലിയ ആനുകൂല്യം വല്ലതും കിട്ടിയോ? അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡിൻ്റെ വില കുറഞ്ഞിരിക്കുന്നു. റഷ്യ നമുക്ക് ഓഫർ പ്രൈസിൽ തരുന്നു. ഇപ്പോൾ 20% എഥനോളും ചേർക്കുന്നു. എത്ര ലാഭമെന്ന് നോക്കണം. പെട്രോളിൻ്റെ അവസ്ഥ നോക്കണം. ഇതിൻ്റെ എഥനോൾ ചേർക്കാതുകൊണ്ട് കുറേ കാലമല്ലോ. വല്ല ആനുകൂല്യവും സേഫിന് എണ്ണ അടിക്കുമ്പോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ് അങ്ങനെ നിങ്ങൾക്ക് തരിക ഉദ്ദേശിച്ചിട്ടില്ല. സർക്കാരിനും എണ്ണ കമ്പനികൾക്കും ലാഭമുണ്ടാക്കാൻ കഴിയുന്ന പുതിയ മാർഗ്ഗങ്ങൾ ഗവൺമെൻറ് അവലംബിക്കുകയാണ്. അപ്പോൾ ഇത് കൊണ്ടുവരുമ്പോൾ നോട്ട് നിരോധിക്കുമ്പോൾ ഇന്ത്യക്കാരന് എന്ത് സംഭവിക്കുമെന്ന് ആലോചിക്കാത്ത ഒരു സർക്കാർ, എഥനോൾ അടിക്കുമ്പോൾ നിങ്ങളുടെ ആക്റ്റീവ സ്കൂട്ടറിന് എന്ത് സംഭവിച്ചു എന്നതും സർക്കാരിൻ്റെ വിഷയമല്ല. നിങ്ങളുടെ ആക്റ്റീവ വഴി കിടക്കട്ടെ, നിങ്ങളുടെ ജീപ്പ് വഴി കിടക്കട്ടെ, കാർ വഴി കിടക്കട്ടെ, അതിനെന്താണ്? അത് ന്യായീകരിക്കാനുള്ള വേറെ ആൾക്കാരുണ്ടെന്ന്. കരിമ്പ് കർഷകർ നന്നാവുന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ടുള്ള വിമർശനമല്ലേ കമ്മ്യൂണിസ്റ്റ് ജിഹാദിയും ചോദിക്കാൻ ആളെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പ്രശ്നമില്ല. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ്റെ ശബ്ദമാണ് എന്ന് പറയാൻ ആളെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെന്താണ്? അപ്പോൾ അവർ നോട്ട് നിരോധിക്കും. അവരൊറ്റ നിന്ന നിൽപ്പിൽ ഇവിടെ ഇന്ത്യയിൽ ആകമാനം. ഞാൻ വേറൊരു ക്യാപ്സൂൾ പറയാം. പെട്രോൾ ആണെന്ന് വാങ്ങുന്നത് GCC രാജ്യങ്ങൾ. ആ കാശ് എങ്ങോട്ടാ പോകുന്നത്? അപ്പോൾ ഈ പെട്രോൾ അടുപ്പിക്കുന്ന ആരാണ്? എഥനോൾ വേണ്ട എന്ന് പറയുന്ന ആരാണ്? ഓക്കെ അല്ലേ? GCC രാജ്യങ്ങൾക്ക് ആ പൈസ കൊടുക്കാനുള്ള അതിൻ്റെ ഭാഗമാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ എഥനോൾ ഉണ്ടാക്കുന്നവരാണ് ഇന്ത്യയിലെ കരിമ്പ് കർഷകരാണ്. അപ്പോൾ എഥനോൾ ഉണ്ടാക്കുന്നവരാണെന്ന് രണ്ടാമതൊരു ചോദ്യങ്ങളുണ്ട്. അതവിടെ ഏറ്റവും കൂടുതൽ എഥനോൾ ഉണ്ടാക്കുന്ന കമ്പനി ഏത് BJP നേതാവിൻ്റെ മക്കളുടെ കമ്പനിയാണ് എന്നതുകൂടി പരിശോധിക്കുമ്പോൾ ഇതിന് ലാഭം എങ്ങോട്ടാണ് പോകുന്നത് മനസ്സിലാക്കാൻ പറ്റും. നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ കരിമ്പ് വ്യവസായവുമായി ബന്ധപ്പെട്ട, എഥനോൾ വ്യവസായവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തവും അദ്ദേഹത്തിൻ്റെ സ്റ്റേക്കും എന്ന് മാത്രമാണെന്ന് മനസ്സിലാകുമ്പോൾ ഇതിൻ്റെയൊക്കെ ബഹുശാഖയായ താല്പര്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. ആത്യന്തികമായി നമ്മുടെ ആക്റ്റീവ വഴി കിടക്കുകയും ചെയ്യും, പൈസ നമ്മൾ കൊടുക്കുകയും വേണം. അപ്പോൾ ആളുകൾക്ക് വലിയ ആശങ്കകളുണ്ട്. ആ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഈ പറയുന്ന ക്യാപ്സ്യൂളുകൾ പോരാ, ശരിയായ വിശദീകരണം വേണം. അതുണ്ടാകുമോ എന്ന് കാത്തിരിക്കാം. ഫൈനൽ ആർഗ്യുമെന്റ് പൂർണ്ണമാവുകയാണ്. ഇനി